നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സമരം എന്ന് പറയുന്നത് തളി ക്ഷേത്ര സമരമാണ്. തളി ക്ഷേത്ര സമരം നടക്കുന്നത് 1917 അപ്പം ഈ ക്ഷേത്രം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. അപ്പം ഈ ഒരു സമരം നടക്കുന്നത് എവിടെയായിരിക്കും? കോഴിക്കോടായിരിക്കും അല്ലേ. പിന്നെ എന്താണ് ഈ ഒരു സമരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ അയിത്തത്തിനെതിരെ നടക്കുന്ന ആദ്യ പ്രക്ഷോഭമാണ്. അപ്പം കേരളത്തിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം വൈക്കം സത്യാഗ്രഹമാണ്. അപ്പം ഈ വൈക്കം സത്യാഗ്രഹത്തിന് മുന്നേ എന്താണ് തളി ക്ഷേത്ര സമരം നടന്നിട്ടുണ്ട്. പക്ഷേ അതെന്തായിരുന്നു? സംഘടിതമല്ലായിരുന്നു. പിന്നീട് ഈ ഒരു ക്ഷേത്ര സമരത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും തളി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം തന്നെയായിരുന്നു. ഇപ്പം വൈക്കം സത്യാഗ്രഹം എടുക്കുകയാണെങ്കിൽ അതിലും സഞ്ചാര സ്വാതന്ത്ര്യമാണ് അല്ലേ. അതുപോലെ തന്നെയാണ് തളി ക്ഷേത്ര സമരവും, അതും സഞ്ചാര സ്വാതന്ത്ര്യമാണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഴിക്കോട് തളി ക്ഷേത്രത്തിലേക്കുള്ള വഴികളുണ്ട്. അപ്പം ആ വഴികളിൽ എന്താണ് അവർണർക്കൊന്നും അതിലൂടെ പ്രവേശിക്കാൻ പറ്റില്ലായിരുന്നു, അതായത് സഞ്ചരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം അത് മാറ്റിയിട്ട് ഈ ഒരു തളി ക്ഷേത്ര ഈ തളി ക്ഷേത്രത്തിലൂടെ എന്താണ് അതിലൂടെയുള്ള എല്ലാ വഴികളിലും എന്താണ് എല്ലാ ഹൈന്ദവർക്കുമായിട്ട് തുറന്നു കൊടുക്കണം, എന്നിട്ട് അവർക്ക് എന്താണ് സഞ്ചാര സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമരമായിരുന്നു തളി ക്ഷേത്ര സമരം. അപ്പം ഇത് 1917 പറഞ്ഞു. അപ്പം ആ ഒരു ഡേറ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ആർട്ടിക്കിൾ 17 വെച്ച് കണക്ട് ചെയ്യാം. ആർട്ടിക്കിൾ 17 പറയുന്നത് എന്താണ്? മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ആർട്ടിക്കിളാണല്ലേ, ഈ അയിത്തത്തിനെതിരെയുള്ള ആർട്ടിക്കിളാണ്. അപ്പം ഈ അയിത്തത്തിനെതിരെയാണല്ലോ നമ്മൾ ഈ തളി ക്ഷേത്ര സമരവും. അപ്പം ആ ഒരു 17 ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഇയർ കിട്ടും. ഇനി നമുക്ക് തളി ക്ഷേത്ര സമരത്തിലെ പ്രധാന നേതാക്കളെ നോക്കാം. ഇതിൽ നമുക്ക് തളി ക്ഷേത്ര സമര നായകൻ എന്ന് പറയാൻ പറ്റുന്നത് സി കൃഷ്ണനാണ്. സി കൃഷ്ണൻ മാത്രമല്ല മറ്റ് 2 നേതാക്കളും ഉണ്ട്, പക്ഷേ സി കൃഷ്ണനാണ് ഇതിൻ്റെ മെയിൻ നേതാവായിട്ട് വരുന്നത്. ഈ സി കൃഷ്ണൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് ചെങ്ങരം കൊമരത്ത് കൃഷ്ണനാണ്. അപ്പം ചെങ്ങരം കൊമരത്ത് കൃഷ്ണൻ എന്ന് പറയുന്നത് സി കൃഷ്ണനാണ്. ഇനി നമ്മൾ മറ്റുള്ള നേതാക്കളെ നോക്കുകയാണെങ്കിൽ KP കേശവമേനോൻ, അതുപോലെ തന്നെ മഞ്ചേരി രാമയ്യർ, ഇവരായിരുന്നു മറ്റ് നേതാക്കൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ തളി ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്? രേവതി പട്ടത്താനം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് തളി ക്ഷേത്രം എന്ന് പറയാൻ പറ്റും. ഈ രേവതി പട്ടത്താനം എന്ന് പറയുന്നത് ആ ഒരു സാമൂതിരി, അവിടുത്തെ കോഴിക്കോട് ഭരിച്ചിരുന്നത് ആ സമയത്ത് സാമൂതിരി ആയിരുന്നു. അപ്പം ആ ഒരു സാമൂതിരിയുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു ചടങ്ങാണത്. ഇനി നമ്മൾ ഇതിലെ മെയിനായിട്ടുള്ള തളി ക്ഷേത്ര സമര നായകൻ എന്നറിയപ്പെടുന്ന സി കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 പോയിൻറ്റ്സുകളാണ് പറയുന്നത്. ഇദ്ദേഹം എന്താണ്? ഒരു മിതവാദിയാണ്. അപ്പം സി കൃഷ്ണൻ എന്ന് പറയുന്നത് എന്താണ്? മിതവാദിയാണ്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ ഒരു ലംഘിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തളി അമ്പലത്തിലൂടെ എന്താണ് അമ്പല വഴിയിലൂടെ അദ്ദേഹം സ്വന്തം കുതിര വണ്ടിയിൽ എന്താണ് മഞ്ചേരി രാമയ്യരോടൊപ്പം സഞ്ചരിച്ചിട്ടാണ് ഈ ജാതി വിലക്ക് ലംഘിക്കുന്നത്. അപ്പം ആരുടെ കൂടിയാണ് ഇദ്ദേഹം സഞ്ചരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഞ്ചേരി രാമയ്യറിനെ കൂടിയാണ്. ഈ സി കൃഷ്ണനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം കോഴിക്കോട് എന്താണ് മഹാബോധിബുദ്ധ മിഷൻ ആരംഭിക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ സി കൃഷ്ണനെ കുറിച്ച് ഈ ഒരു തളി ക്ഷേത്രത്തിൽ പറയുന്നത്. പിന്നീട് KP കേശവമേനോനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ മാത്രമാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. അപ്പം കഴിഞ്ഞ കാലം ആരതാണ്? KP കേശവമേനോനാണ്. അപ്പം നമുക്കതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് KP കേശവമേനോൻ എന്താണ് ഇങ്ങനെ ആലോചിക്കുകയാണ്. അദ്ദേഹം എന്താണ് കുറേ സമരങ്ങളൊക്കെ ഇങ്ങനെ പല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്നിട്ട് കഴിഞ്ഞ കാലം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുന്നത് പോലെ ഒരു ചിത്രം, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ KP കേശവമേനോൻ്റെ ആത്മകഥ ഒന്ന് ആലോചിച്ച് വെക്കാം. അപ്പം ഇത്രയാണ് നമ്മൾ തളി ക്ഷേത്ര സമരത്തിൽ പഠിക്കുന്നത്.